ഹായ് ഗൈസ്, വെൽക്കം ടു കീർത്തിസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുപടുത്തിട്ടുള്ള വീഡിയോസിനെ പോലെ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഹോം ടൂർ. അപ്പോൾ ആറിലാണ് എൻ്റെ നാട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് തുടങ്ങാം. ഇന്ന് എൻ്റെ വീടിനെ പറ്റി പറയുന്നതിന് മുന്നേ എൻ്റെ വീടിന് ഒരു 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപ്പോൾ പഴയ ഒരു തറവാടായിരുന്ന എൻ്റെ വീട് ഇപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു സിമ്പിൾ ഹോമാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പോയാലോ ഗൈസ്, കമോൺ. വരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന എൻ്റെ വീട് ഇതാണ്, പഴക്കേറിയ നമ്മുടെ സിമ്പിൾ ഹോം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു മെനയായി തോന്നില്ലേ? സംഭവം വളരെ ഭംഗിയുള്ള ഒരു വീടാണ്. നമ്മൾ ഈ മറ്റുള്ള വീടുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് ഇവിടെ നിന്നതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേങ്കിൽ വളരെ സുഖകരമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ. കുറേ പക്ഷികളുടെ ഒച്ചകളും അത് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരിതാണ്. പിന്നെ ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് തന്നെ നിങ്ങൾ ഞെട്ടണ്ട. ഇതിപ്പോൾ മഴക്കാലത്തായ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും കാണുന്ന പോലെ ചോരാതെ നിൽക്കാൻ നമ്മൾ ചെയ്തൊരു ചെറിയ പരിപാടി. എൻ്റെ ഫാമിലിയെ പറ്റി പറയാം. എൻ്റെ ഫാമിലിയിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മക്ക് 3 സഹോദരങ്ങളുണ്ട്. അതിൽ 2 ആളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഒരാളിപ്പോൾ പുതിയൊരു വീടെടുത്ത് മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഇല്ല, കോഴിക്കോടാണ്. പിന്നെ ഞാനും എനിക്ക് 3 ബ്രദേഴ്സും ആണുള്ളത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നമ്മൾ കയറി വരുന്നത് എറയം. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഈ എറയത്തിന് എന്താണ് പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞിട്ട് 3 ബ്രദേഴ്സിനെ പറ്റി പറയാം. എൻ്റെ 3 ബ്രദേഴ്സ് ഇതാണ്. ഇത് ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എടുക്കുന്ന അധിക വീട്ടിലും കണ്ടു കിട്ടാത്തൊരു സിമ്പിൾ സാധനം നമ്മളെ വീട്ടിലുണ്ട്. അതാണ് നമ്മളെ പൂജാമുറി. അതായത് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അങ്ങനത്തെ സംഭവമില്ല. അപ്പം അതാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇറയത്തുനിന്ന് കയറി വരുന്ന സെൻട്രൽ ഹാളാണിത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു റൂം, അവിടെ ഒരു റൂം, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പൂജാമുറി ഇവിടെ. ഇത്രയാണ് ഇതിൻ്റെ അകം. നമ്മൾ നേരത്തെ കണ്ട ഇറയത്തുനിന്ന് നേരെ കയറി വരാൻ വേറെ 2ാമത്തെ ഒരു വാതിലാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി വരുന്നത്. ഇവിടെ നിന്ന് ഇത് അടുക്കള. ഇതിന് മേലോട്ടേക്കും 2 മുറികളുണ്ട്. നമ്മൾ പണ്ടത്തെ ഭാഷയിൽ ഇത് മച്ച് അഥവാ അട്ടെന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് നമ്മുടെ അടുക്കള. നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ അമ്മമ്മ, അച്ചാച്ചൻ, ഇളയമ്മ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറയത്തുനിന്നുള്ള 3ാമത്തെ ഭാഗത്ത് ഇത് കയറി വരുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ TV ആൻഡ് നമ്മുടെ കുറച്ച് ട്രോഫി സെറ്റപ്പ് ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും 4 ആൾക്കും കിട്ടിയ എല്ലാ അച്ചീവ്മെൻറ്റ്സും നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ഹോം ടൂർ. വളരെ സിമ്പിൾ ആൻഡ്